ജനം ടി.വി. പുറം ലോകത്തെത്തിച്ച വാർത്തയിൽ വീണ്ടും നടപടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം വലത് കൈ നഷ്ടമായ 9 വയസ്സുകാരിക്ക് കൃത്രിമ കൈവച്ചു നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നേരത്തെ സംസ്ഥാന സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചിരുന്നു. എന്നാൽ ഇത് പര്യാപ്തമല്ല എന്നും കൃത്രിമ കൈവയ്ക്കാൻ കൂടുതൽ പണം ആവശ്യമുണ്ടെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 3-നാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരുടെ കൈ മുറിച്ചുമാറ്റിയ വാർത്ത ജനം ടി.വി. പുറം ലോകത്ത് എത്തിച്ചത്. പിന്നാലെ വാർത്ത മറ്റു മാധ്യമങ്ങളും BJP ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഏറ്റെടുത്തതോടെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഒടുവിൽ ഡോക്ടർമാർക്ക് സസ്പെൻഷൻ നൽകുകയും കുട്ടിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഈ തുക കുഞ്ഞിന് കൃത്രിമ കൈവയ്ക്കുന്നതിന് പര്യാപ്തമല്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു. 7 ലക്ഷം രൂപയോളം ആവശ്യമായുള്ള കൃത്രിമ കൈക്കായി കുടുംബം ജില്ലാ കളക്ടറെ ഉൾപ്പെടെ സമീപിച്ചു. അതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൃത്രിമ കൈവയ്ക്കുന്നതിന് ആവശ്യമായ തുക മുഴുവൻ നൽകാമെന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഇത്ര വേഗത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കോഴിക്കോട് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സ് ഉടഞ്ഞു പോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇതായി. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഒരു മീഡിയയിൽ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ല. ഇന്ന് രാവിലെ വരുമ്പോഴേക്കും അപ്പം തന്നെ എനിക്ക് കിട്ടിയില്ലേ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ മകൾക്ക് ഞങ്ങളിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നന്ദിയുണ്ട് സാറിന്, സതീഷ് സാറിന് വളരെ നന്ദിയുണ്ട്. തുക ലഭിക്കുമെന്നറിഞ്ഞതിൽ വലിയ സന്തോഷത്തിലാണ് കുടുംബം. അതേസമയം കുട്ടിയുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനായുള്ള നടപടികൾ ഉടനുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജനം, പാലക്കാട്.